അമ്മ നമ്മുടെ ഓഫീസിലെ പയ്യനെ ഒരു ഹിന്ദിക്കാരിയെ കെട്ടിക്കൊണ്ടുവന്നു. എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, നമ്മുടെ വീട്ടിലെങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ അമ്മാവനെ 2 കൈ വേണ്ടി സ്വീകരിക്കരുത്. ഞാനാണെങ്കിലേ നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും. अरुण कुछ नहीं, ചിലപ്പോഴേ ഹമാരെ ഷാദിക്കോ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. अरुण अगर शादी नहीं किया ना मार डालूंगी मैं तेरे को. അറിയാം 15 ദിവസത്തിനകത്ത് എൻ്റെ കല്യാണം വരുന്നുണ്ടെന്നല്ലേ. അയ്യോ അറിയാന്നുള്ള എൻ്റെ ഹിന്ദി എന്തായിരുന്നു. മാലു ഇപ്പം എന്നെ ചോറ് താമസിച്ചേ പ്ലീസ്. അല്ല അത്രയും ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചോളാം. जल्दी आओ. ആവുന്നു. ഹിന്ദിക്കാരമ്മ ഇടിക്കുന്ന ഒരു മയവും കാണും. अरुण പ്രത്യേക സാഹചര്യത്തിലെ എനിക്ക് ചെറുതായിട്ടൊന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണമാ? എവൻ്റെ കല്യാണവും കഴിഞ്ഞ? മഹാഭാവി ഇവള്. അതൊക്കെ ഞാൻ പറയാം. ആദ്യം അമ്മ ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണം. നിങ്ങളിത് കണ്ട നിങ്ങളുടെ മോയെ എവിടെ വൃത്തിയെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. നീ ഒച്ച വച്ചപ്പോൾ തന്നെ നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ചോദിക്കാം. ഇവിടെ വന്ന് അകത്തോട്ട് വാ, കഥ ഉടയ്ക്കുന്നിട്ട്. മോളെ, നീയല്ലാതെ ആരെങ്കിലും യവനെയൊക്കെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമോ? അല്ല, മോളുടെ വീട് എവിടെയാണ്? നീ എന്താണ് അവനെ നോക്കിക്കൊണ്ടിരിക്കണത്? ചോദിച്ചതിന് ഉത്തരം പറ. എന്തുവാടേ? क्या हुआ? क्या हुए? ഹിന്ദി അടിപൊളി. ഒന്നാമത് ചേച്ചി, നമ്മളെ നാട്ടിൽ ഈ ചായക്കടയിലും പുല്ലുവെട്ടാനും എല്ലാം ഹിന്ദിക്കാരന്മാരാണ്. അതിനിടയ്ക്ക് ഇവരൊക്കെ നിങ്ങളെ വീട്ടിൽ തന്നെ കയറി പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. अरुण मैं रेडी हूँ, जल्दी आओ. अरे हाथ छोड़ो. अरे ചെറുക്കിന്റെ പഴയ നിക്കറങ്ങാനുമായിരിക്കും വീട്ടിലിടാൻ കൊടുത്താണെന്ന് തോന്നുന്നു. अरे छोड़ो ना. अरे हाथ छोड़ो ना. ഇനി ഡ്രസ്സൊന്നും ചെയ്യാൻ പറ്റൂല. അതുമല്ല ഇവിടുത്തെ ആൾക്കാരുടെ നോട്ടം ഉണ്ടല്ലോ, അതൊന്നും അച്ഛനയ്യേ. अरे ये ड्रेस में क्या प्रॉब्लम है? उस दिन तूने ही तो बोला ये ड्रेस अच्छा है. वैसे भी बॉम्बे में सब यही डालते हैं. ചേച്ചി, മരുമോൾ എന്തിനാണ് ചേച്ചിയെ പറ്റി പറയുന്നത് മനസ്സിലായ? എന്തുവാടി പറഞ്ഞേ? ഭയങ്കര തന്നെ. അതിന് നിനക്ക് ഹിന്ദി അറിയോ? ഒരാൾ കുറ്റം പറഞ്ഞ ഹിന്ദിയൊക്കെ എനിക്ക് മനസ്സിലാവും. എടീ, ഇവള് പറയണമെന്ന് നീ വിശ്വസിക്കരുത്. അവരെന്തോ തുണിയുടെ കാര്യമാണ് പറയുന്നത്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതേ, ഞാൻ മരുമോൾ എന്താണ് പറയണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയേ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡിയോലിങ്കോ. ഡിയോലിങ്കോയാ? ഹിന്ദി പഠിക്കാനൊക്കെ ആ പാപ്പം
ഹിന്ദി മാത്രമല്ല, ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, അങ്ങനെ 40ഓളം ലാംഗ്വേജ് ഉണ്ട്. 40 ലാംഗ്വേജോ? അപ്പോൾ ഒരുപാട് കാശാവൂലേ? എടി, ഇത് ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. അല്ല, ഈ ആപ്പ് വെച്ച് പഠിച്ചാൽ കുറച്ച് വാക്കുകൾ മനസ്സിലാവുന്നല്ലാതെ ഈ പറയണൊക്കെ മനസ്സിലാവൂ? വാക്ക് മാത്രമൊന്നുമല്ല, റീഡിങ്, ലിസണിങ്, സ്പീക്കിങ് എല്ലാം ഇതിനകത്തുണ്ട്. 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മണി പോലെ പഠിക്കാം. എന്നാൽ ഞാനും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. അവളെന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. അത് ശരി തന്നെ ചേച്ചി, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ഞാനും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നെ തെറി വിളിച്ച് എനിക്കൊന്നും മനസ്സിലാക്കല്ല. കടുകട്ടി ഹിന്ദി തന്നെ എന്നാലും. ഇതെന്തോ സാരി ക്യോ? तूने ही तो बोला अम्मा को इम्प्रेस करने के लिए, इसके लिए पहना केरला साड़ी. ആലു പൊറോട്ടയും കേരള സാരി അല്ല കോമ്പിനേഷൻ. കുറച്ച് മുല്ലപ്പൂ കൂടെ അടുത്തേക്കത്. ഇംപ്രസ് കരോ. ഇതാണോ നിന്റെ ഭാര്യയുടെ സ്പെഷ്യല്? ഹിന്ദിക്കാരുടെ ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റൂല. എടി, ഒന്ന് കഴിച്ചു നോക്കടി, അവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടി വിഴുങ്ങ്, എനിക്ക് വേണ്ട. मम्मा മോളെ, അവള് പോണെങ്കിൽ പോയിക്കോട്ടെ. മുച്ചേത്തോ നല്ല ബൂക്കിലേക്ക്. സൂപ്പർ, അടിപൊളി. മോളെ, നീയും പോയിട്ടോ. बेटे, मुझे एक और पराठा चाहिए. കുറേ നാൾക്ക് ശേഷം അടിപൊളി ഫുഡ് കഴിച്ചു. സൂപ്പർ. ഇനി ഞാൻ കുറച്ചേരം പോയി കിടന്നു ഉറങ്ങട്ടെ. ഒരു ഉപ്പുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ എന്നെ കഴിച്ചോ എന്തോ. അയ്യോ, ഫുള്ള് തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഉപ്പില്ലെന്ന് മനസ്സിലായതല്ലേ. ഞാൻ ആരോടും പറയില്ല, ഫുള്ളും തട്ടിക്കോ. मैं भी घर ही जा रही हूँ. അത് വേണ്ട. प्लीज अम्मा, यहाँ ऑटो नहीं मिलेगा. आप नहीं आ रहे हो तो मैं भी नहीं जा रही हूँ. प्लीज
अम्मा. ശരി. Okay? Happy birthday! Happy birthday, Amma. मम्मा, ये देखो आपका स्पेशल गिफ्ट. आपको स्टिचिंग बहुत पसंद है ना? ഷേടാ ഇന്നവളുടെ ബർത്ത്ഡേ ആയിരുന്നു. നാണല്ലല്ല അപ്പം ഞാൻ ബേബിയുടെ ബർത്ത്ഡേ ഓർമ്മയില്ലെന്ന് പറയാനായിട്ട്. കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. നിനക്കറിയായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ എന്നാണെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. മോക്ക് എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാം? वो अम्मा का आधार कार्ड उस दिन टेबल में देखा. അതെ, അന്ന് അമ്മയുടെ ആധാർ കാർഡ് ഇവള് മനസ്സിലായി. അയ്യോ മാലു. फुल खाने का, ओके? ऐसा. मम्मा सुपर. मम्मा मैं भी ट्राई करूं. ആഹാ, പഠിച്ചല്ലോ. मम्मा स्लीवलेस है, आपको अच्छा लगेगा. ट्राई करो ना. आज का ट्रिप कैसा था? വേറെ ലെവൽ. ഹലോ, അമ്മായിമ്മ മരുമോളിപ്പോ ഫുൾ ട്രിപ്പാണല്ലോ. വീട്ടിൽ കാണാൻ കൂടി കിട്ടണില്ല. ഞാൻ പുറത്തു പോകാമെന്ന് വിളിച്ചാൽ നിങ്ങൾ വരൂലല്ലോ. നിങ്ങൾ വീട്ടിൽ തന്നെ കുത്തിയിരുന്നോ. ഞാനേ മോളുടെ കൂടെ പുറത്ത് പോയിക്കോളാം. मम्मा आप नया ड्रेस जल्दी ट्राई करो. ഓക്കെ. നയാ ഡ്രസ്. ഏശാകെ നയ ഡ്രസ്. आड़ी पोली. ഈ ചിത്രത്തിൽ നോർത്ത് ഇന്ത്യക്കാരിയായ മരുമകളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു അമ്മായിയമ്മയാണ് നമ്മൾ കണ്ടത്. ഈ ചിത്രത്തിലെ അമ്മയെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും പലർക്കും അന്യഭാഷക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും മാറേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ഭാഷ, വേഷം, കൾച്ചർ, ഫുഡ് അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാകും. പക്ഷെ നമ്മൾ എത്രയൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. ആ സ്നേഹം നമ്മളെ പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ, ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കും. ഇനി മക്കളോടൊരു കാര്യം, വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് വെച്ച് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ആരെങ്കിലും വീട്ടിലൊന്നും വിളിച്ചുകൊണ്ട് വരരുത്. കഴിവതും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രം കല്യാണം കഴിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നിങ്ങളുടേതല്ലാത്ത മറ്റൊരു ഭാഷയും കൾച്ചറും ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളുമായി നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ രീതികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഭാഷയുടെയും കൾച്ചറിൻ്റെയൊക്കെ അതിർവരമ്പുകളില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നല്ലൊരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ വീഡിയോസ് സ്ഥിരമായി കണ്ടിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന നിലയിൽ
തീർച്ചയായിട്ടും നമ്മുടെ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ അപ്ഡേറ്റ്സുകളൊന്നും മിസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന